എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മഴ തോരും മുൻപേ എന്ന സീരിയലിൻ്റെ വരാനിരിക്കുന്ന തകർപ്പൻ എപ്പിസോഡുമായിട്ടാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീനയെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്നും ഭേദമായതിനു ശേഷം അലീനയെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം അലീനയുടെ മൊബൈൽ ഫോൺ പൊട്ടിപ്പോയിരിക്കുകയായിരുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം. അത് കാരണം രേവതിക്കുട്ടിക്ക് അലീനയ്ക്ക് വിളിക്കാൻ പറ്റുന്നില്ല. അലീനയ്ക്ക് വിളിച്ചു നോക്കുമ്പോഴെല്ലാം മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. ഇത് ആലോചിച്ച് രേവതിക്കുട്ടി ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട് അലീന ചേച്ചിക്കെന്ന് അറിയില്ലല്ലോ എന്നെല്ലാം ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് രേവതിക്കുട്ടി. ശേഷം രേവതിക്കുട്ടി മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അതെ അലീന ചേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, ചേച്ചിയുടെ മൊബൈൽ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. മനു പറയുന്നുണ്ട്, അതന്ന് സ്റ്റെപ്പിൽ നിന്ന് വീണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് അത് പൊട്ടിപ്പോയിരുന്നു, അതാണ് വിളിച്ചാൽ കിട്ടാത്തത് എന്ന് പറയുന്നുണ്ട് മനു. രേവതിക്കുട്ടി പറയുന്നുണ്ട്, അലീന ചേച്ചിക്കിപ്പോൾ എങ്ങനെയുണ്ട്, വിളിച്ചിട്ട് കിട്ടാത്തത് കാരണം ഞാൻ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയായിരുന്നു, ചേച്ചിക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. മനു പറയുകയാണ്, അലീനയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾ സുഖമായിക്കൊണ്ടിരിക്കുകയാണ്, ഡോക്ടർ നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് കാരണം റെസ്റ്റ് എടുക്കുകയാണ് അവൾ എന്ന് പറയുന്നുണ്ട്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, അലീന ചേച്ചി അങ്ങനെ റെസ്റ്റ് ഒന്നും എടുക്കില്ല മനുവേട്ടാ, ചേച്ചിക്ക് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയാണ്. അതൊന്നും ഇല്ല, അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കരുതെന്ന് ഞാൻ അത്രയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. ചേച്ചിയോട് ഒന്ന് സംസാരിക്കാൻ ഇനി എന്താ വഴി എന്ന് ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി. മനു പറയുന്നുണ്ട്, ഞാൻ മുത്തശ്ശിയുടെ നമ്പർ തരാം, മുത്തശ്ശിക്ക് വിളിച്ചോ, അപ്പോൾ അലീനയോട് സംസാരിക്കാൻ പറ്റും എന്ന് പറയാണ്. അതിനുശേഷം മുത്തശ്ശിയുടെ നമ്പർ കൊടുക്കുന്നുണ്ട് മനു. പിന്നീട് മനു ആലോചിക്കുകയാണ്, അലീനയുടെ ഫോണ് പൊട്ടിപ്പോയിരിക്കല്ലേ, അവൾക്കൊരു ഫോണ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ശേഷം മനു ഒരു മൊബൈൽ ഫോൺ പോയി വാങ്ങിക്കുന്നുണ്ട് അലീനയ്ക്ക് വേണ്ടി. നല്ലൊരു അടിപൊളി ഫോണാണ് മനു വാങ്ങിക്കുന്നത്. മനു മൊബൈൽ വാങ്ങിച്ചുകൊണ്ട് നേരെ അലീനയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. കയറി ചെന്നതും അലീനയെ അവിടെ ഒന്നും കാണുന്നില്ല. ഇനി അവൾ വീണ്ടും ജോലി ചെയ്യാനായിട്ട് തുടങ്ങിയോ എന്നും ആലോചിച്ച് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് മനു. അടുക്കളയിലേക്ക് പോകുമ്പോൾ അലീന നിന്ന് പാത്രം കഴുകുന്നുണ്ട്. ഇത് കാണുമ്പോൾ മനു ദേഷ്യപ്പെടുന്നുണ്ട് അലീനയോട്. അലീന, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ജോലികളൊന്നും ചെയ്യരുതെന്ന്, നിന്നോട് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട്. അലീന അപ്പോൾ പറയുന്നുണ്ട്, അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല മനുവേട്ടാ, ഞാനിപ്പോൾ ഓക്കെയാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഡോക്ടർ എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ, അപ്പോൾ റെസ്റ്റ് എടുക്കുക തന്നെ വേണം, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അലീനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് മനു. അപ്പോൾ അലീന പറയുന്നുണ്ട്, കയ്യെന്ന് വിട് മനുവേട്ടാ, ഇതിനി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി, ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവാൻ എന്ന് പറയാണ്. മനു പറയുന്നുണ്ട്, എന്ത് ഭൂകമ്പം വേണേലും ഉണ്ടായിക്കോട്ടെ, നീ ഒരു ജോലിയും ചെയ്യണ്ട, ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവളെ മുത്തശ്ശിയുടെ അടുത്തോട്ട് കൊണ്ടുപോവുകയാണ് മനു. അവിടെ വെച്ച് മനു പറയുന്നുണ്ട് മുത്തശ്ശിയോട്, മുത്തശ്ശി കണ്ടോ, അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവൾ പണിയെടുക്കാൻ പോയിരിക്കുക, ഞാൻ വന്നപ്പോൾ അവൾ പാത്രം കഴുകുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശിയും പറയുന്നുണ്ട്, മോളെ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കണം, എന്നാലേ നിനക്ക് നീ പണികൾ എന്തും ചെയ്യാൻ കഴിയുള്ളൂ, അതുകൊണ്ട് നീ നന്നായി റെസ്റ്റ് എടുക്കണം, ഓടി നടന്ന് ജോലികളൊന്നും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി, എൻ്റെ ഏറെക്കുറെ എല്ലാം ഭേദമായി എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി മനുവിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിലെന്താ ഒരു കവറ് എന്ന് ചോദിക്കുകയാണ്. മനു പറയുന്നുണ്ട്, ഇത് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, അലീനയുടെ ഫോണ് അന്ന് സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോൾ പൊട്ടിപ്പോയിരുന്നല്ലോ, അതുകൊണ്ട് അവൾക്ക് ഞാനൊരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അലീന പറയുന്നുണ്ട്, എന്തിനാ എനിക്കിപ്പോൾ മൊബൈൽ ഫോണൊന്നും വാങ്ങിക്കണ്ടായിരുന്നു, അത് ഞാൻ തന്നെ വാങ്ങിക്കുമായിരുന്നല്ലോ എന്നെല്ലാം പറയാണ്.
മനു പറയുന്നുണ്ട് അതിനെന്താ, ഞാൻ വാങ്ങിച്ചെന്നാ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട് നീ അത് അവൾക്ക് അങ്ങ് കൊടുക്ക്. അവളുടെ ഫോണ് പൊട്ടിപ്പോയത് കാരണം അവൾക്ക് ആരെയും വിളിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം അലീനയ്ക്ക് മൊബൈൽ കൊടുക്കുകയാണ് മനു. ഇത് കാണുമ്പോൾ അലീനയ്ക്ക് സങ്കടവും സന്തോഷവും എല്ലാം വരുന്നുണ്ട്. അലീനയുടെ കണ്ണ് നിറയാണ്. ആ സമയത്ത് മനു ചോദിക്കുന്നുണ്ട് എന്തു പറ്റി, എന്താ നീ കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. അലീന പറയാണ് ഒന്നുമില്ല മനേട്ടാ, എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാനൊന്നും ഇതുവരെയും ആരും ഉണ്ടായിട്ടില്ലല്ലോ, അതാലോചിച്ചപ്പോൾ കുറച്ച് സങ്കടം വന്നു, അതാണ് എന്ന് പറയാണ്. ആ സമയത്ത് മനു പറയുന്നുണ്ട് അതിനെന്താ, ഇനി മുതൽ നിനക്ക് എന്തും വാങ്ങിച്ചു തരാൻ ഞാനുണ്ടല്ലോ നിനക്ക് എന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ട് വരുന്നുണ്ട് വൈജയന്തി. വൈജയന്തി പറയുന്നുണ്ട് അതിന് ഇവക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കാം, നീ ഇവളുടെ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുന്നതും മനു പറയുന്നുണ്ട് ഞാൻ ഇവളുടെ ആരാണെന്നോ, ഞാൻ ഇവളുടെ കെയർ ടേക്കർ, എന്താ അതറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓ, ഒരു കെയർ ടേക്കർ, നീയാണ് ഇവക്ക് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. ഇവളോട് ഞാൻ പാത്രം കഴുകാൻ പറഞ്ഞിരുന്നതാണല്ലോ, എന്നിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ എന്ന്. ആ സമയത്ത് മനു പറയുന്നുണ്ട് ഇവളോട് ഞാനൊരു ജോലിയും ചെയ്യരുത് പറഞ്ഞിട്ട് നിങ്ങളാണോ ഇവൾക്ക് ജോലി ഏൽപ്പിച്ച് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അതിനെന്താ, അവളുടെ ഇപ്പം അസുഖമൊക്കെ മാറിയതല്ലേ, എന്നും എന്താ പിന്നെ കെട്ടിലമ്മയായിട്ട് ഇങ്ങനെ ഇരിക്കാനാണോ നീ വിചാരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട് ഞാൻ ജോലി ചെയ്തോളാം, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ് അവളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ അവളെ കൊണ്ട് ഇങ്ങനെ ജോലിയെല്ലാം ചെയ്യിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആർക്കും പറ്റില്ലല്ലോ എന്ന് അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട്. മനുവേട്ടൻ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട് വാ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം എന്ന് പറയുന്നുണ്ട്. മനു ചോദിക്കുന്നുണ്ട് ആരുണ്ടാക്കിയതാ, നീയാണോ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട് ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് എന്ന് പറയാണ്. ഇത്തവണത്തേക്ക് ദേഷ്യപ്പെടുന്നില്ല, എന്നാൽ ഇനി അടുക്കളയിൽ കയറിപ്പോരുത് ഈ അസുഖം മാറുന്ന വരെ എന്ന് പറയാണ്. ശേഷം അലീന ഭക്ഷണം എടുത്ത് വെക്കുന്നുണ്ട് മനുവിന്. മനു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മനു പറയുന്നുണ്ട് എന്താ സ്വാദ്, നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയത് അല്ലെങ്കിലും അടിപൊളിയാണ് എന്നെല്ലാം അവളെ പുകഴ്ത്തുന്നുണ്ട്. അലീന പറയുന്നുണ്ട് എന്നെ ചുമ്മാ കളിയാക്കാതെ എന്ന് പറയാണ്. കളിയാക്കിയതല്ല, സത്യമായിട്ടും നല്ല രുചിയുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മനു ചോദിക്കുന്നുണ്ട് അല്ല, നീ ഒരു കോഴ്സ് പഠിക്കേണ്ട കാര്യമെല്ലാം പറഞ്ഞിരുന്നില്ലേ, എന്തായി അത്? ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ പറ്റില്ല, ഇപ്പോൾ ഏതായാലും നിനക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുകയല്ലേ, നീ ഏതായാലും ഒരു കോഴ്സിന് ചേര്, ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും, അത് അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട് അലീന. മനു പറയുന്നുണ്ട് ശ്രമിച്ചാൽ പോരാ, എന്തായാലും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, എന്നിട്ട് നന്നായി പഠിക്കണം, നിനക്ക് നല്ല പഠിക്കാനെല്ലാം കഴിവുള്ളൊരു കുട്ടിയാണ് നീ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണം. എന്നും ഇങ്ങനെ ഓരോരുത്തരുടെ അടുക്കളയിൽ ജീവിക്കാനാണോ നീ കണ്ടിട്ടുള്ളത്? നല്ലൊരു കോഴ്സ് എടുത്ത് നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങിക്കണം, നിനക്ക് നല്ല ബുദ്ധിശക്തിയും എല്ലാം ഉള്ളൊരു കുട്ടിയാണ് നീ നല്ലൊരു പൊസിഷനിലെത്തും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയാണ്. ഞാനിപ്പോൾ ഈ മൊബൈൽ വാങ്ങിയത് മെയിനായിട്ട് ആ കാര്യം കൊണ്ടാണ്, നീ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. നല്ല ഫോൺ തന്നെയാണ്, നീ നോക്ക്, നീ തുറന്നു നോക്കിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അലീന മൊബൈൽ തുറന്നു നോക്കുന്നുണ്ട്. നല്ല അടിപൊളി ഐഫോണാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. അലീന പറയുന്നുണ്ട് അയ്യോ, ഇത് നല്ല 1.5 ലക്ഷം രൂപ വരുന്ന ഫോണല്ലേ, ഇത്രയും വലിയ ഫോണൊന്നും എനിക്ക് വേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. മനു പറയാണ് അതൊന്നും നീ നോക്കണ്ട, നീ നന്നായി പഠിക്കണം, ഓൺലൈൻ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യണം. പിന്നെ ഈ രേവതിക്കുട്ടി എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അലീന പറയുന്നുണ്ട് എൻ്റെ ഫോൺ പൊട്ടിപ്പോയ കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതാവും മനുവേട്ടനെ വിളിച്ചത് എന്ന് പറയാണ്. അവൾ വേറൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. വേറെന്ത് പറയാൻ എന്ന് ചോദിക്കുകയാണ് മനു. മനു ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞില്ലേന്നാ നീ ചോദിച്ചത് എന്ന് പറയാണ്. അല്ല, വേറൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതാ എന്ന് പറയാണ്. ശേഷം രേവതിക്കുട്ടി മുത്തശ്ശിയുടെ ഫോണിലിട്ട് വിളിക്കുന്നുണ്ട്.
ആ സമയത്ത് മുത്തശ്ശി വിളിക്കുന്നുണ്ട്, അലീന ഇതാ വിളിക്കുന്നുണ്ട് രേവതിക്കുട്ടി എന്ന് പറയാണ്. രേവതിക്കുട്ടി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ ഫോൺ കംപ്ലൈൻ്റ് ആണല്ലേ, ചേച്ചിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് പറയാണ്. മനുവേട്ടൻ എനിക്കൊരു മൊബൈൽ വാങ്ങി തന്നിട്ടുണ്ട്, ഞാനിനി അതിൽ നിന്ന് നിനക്ക് വിളിക്കാം കേട്ടോ എന്ന് പറയുന്നുണ്ട്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ശരി ചേച്ചി റെസ്റ്റ് എടുക്കണം കേട്ടോ. ശരി മോളെ, ഞാൻ നിനക്ക് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട് അലീന. ഇത്രയുമാണ് അടുത്ത എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഈ ബാക്കി എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്